കേരളം ചോദിച്ചു തുടങ്ങി. ഇന്ന് ചോദിക്കുന്നത് മുസ്ലിം സമുദായ സംഘടനകളാണ്. പക്ഷേ നാളെ ആ ചോദ്യം കേരളത്തിൻ്റെ ചോദ്യമായി മാറും. ചോദ്യം ഉയരുന്നത് പ്രിയങ്ക ഗാന്ധിക്ക് എതിരെയാണ്, കോൺഗ്രസ് നേതാക്കൾക്ക് എതിരെയാണ്, രാഹുൽ ഗാന്ധിക്കും എതിരെയാണ്. മാത്രമല്ല ഷാഫി പറമ്പലിനെതിരെയും രൂക്ഷ വിമർശനവുമായി മുസ്ലിം സംഘടനകൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. സമസ്തയുടെ നേതാവ് സത്താർ പന്തലൂർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഷാഫി പറമ്പലിനെയും പ്രിയങ്ക ഗാന്ധിയെയും രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. സത്താർ പന്തലൂരിന്റെ പോസ്റ്റിൽ പറയുന്നു ഇങ്ങനെയാണ്: സുപ്രധാന ബിൽ അവതരണ വേളയിൽ കോൺഗ്രസ് വിപ്പ് പോലും കാറ്റിൽ പറത്തി സഭയിൽ നിന്ന് വിട്ടുനിന്ന പ്രിയങ്ക ഗാന്ധി നിരാശപ്പെടുത്തി. രാജ്യത്തെ സംഘപരിവാർ വിരുദ്ധ പോരാട്ടം നയിക്കാനാണ് വയനാട് അവർക്ക് 4.5 ലക്ഷം ഭൂരിപക്ഷം നൽകിയത് എന്നാണ് സത്താർ പന്തലൂർ പറയുന്നത്. സുപ്രധാന ബിൽ അവതരണ വേളയിൽ കോൺഗ്രസ് വിപ്പ് പോലും കാറ്റിൽ പറത്തി സഭയിൽ നിന്ന് വിട്ടുനിന്ന പ്രിയങ്ക ഗാന്ധി നിരാശപ്പെടുത്തി. കോൺഗ്രസ് അംഗങ്ങൾക്ക് കോൺഗ്രസ് വിപ്പ് നൽകിയിരുന്നു, എല്ലാവരും ഹാജരാകണം, ബില്ലിനെതിരെ വോട്ട് ചെയ്യണം എന്ന്. എന്നാൽ പ്രിയങ്ക ഗാന്ധി വിപ്പ് ലംഘിച്ചു. പ്രിയങ്ക ഗാന്ധി ഹാജരായില്ല പാർലമെന്റിൽ. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് വിശദീകരണം ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ നൽകിയിട്ടുണ്ട്. ആ വിശദീകരണം സ്വീകരിക്കാൻ കഴിയുമോ എന്ന് തീരുമാനിക്കേണ്ടത് വയനാട്ടിലെ വോട്ടർമാരാണ്. അവരത് ഭാവിയിൽ തീരുമാനിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന സുപ്രധാനമായ ബില്ല് വഖഫ് ബോർഡ് പൂർണ്ണമായും മുസ്ലിം സമുദായത്തിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. അതിൽ BJP സർക്കാർ പിടിമുറുക്കുകയാണ്. സ്വത്തുക്കൾ അവർ കൊണ്ടുപോകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതിനു വേണ്ടി തന്നെയാണ് ഈ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ബില്ല് വരുമ്പോൾ എന്തു തന്നെയായാലും വയനാട്ടിലെ MP 48% മുസ്ലിം വോട്ടുകളുള്ള ആ വോട്ടുകളിൽ മഹാഭൂരിപക്ഷവും പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയ ആ ജനതയോട്, ആ വോട്ടർമാരോട് കാട്ടിയ വഞ്ചനയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് രൂക്ഷ വിമർശനം ഉയർന്നു വന്നിരിക്കുന്നത്. സുപ്രധാന ബിൽ അവതരണ വേളയിൽ കോൺഗ്രസ് വിപ്പ് പോലും കാറ്റിൽ പറത്തി സഭയിൽ നിന്ന് വിട്ടുനിന്ന പ്രിയങ്ക ഗാന്ധി നിരാശപ്പെടുത്തി. രാജ്യത്തെ സംഘപരിവാർ വിരുദ്ധ പോരാട്ടം നയിക്കാനാണ് വയനാട് അവർക്ക് 4.5 ലക്ഷം ഭൂരിപക്ഷം നൽകിയത്. അതും കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് സത്താർ പന്തലൂർ. അതിനുശേഷം പറയുകയാണ്: തത്തമ്മേ പൂച്ച പൂച്ച എന്ന മട്ടിൽ പെരുന്നാൾ ആശംസ പറഞ്ഞാൽ 48% മുസ്ലിം വോട്ടുള്ള വയനാടിനു തൃപ്തിയാകും എന്നാണ് ധാരണയെങ്കിൽ അത് ബോഷ്കാണ്. കേരളത്തിലെ മുസ്ലിം സമുദായ പ്രതിനിധിയായി കോൺഗ്രസ് നൽകിയ ടിക്കറ്റിൽ ജയിച്ചത് ഷാഫി പറമ്പിലാണ്. ഇക്ര ചൗധരിയെയും ഇമ്രാനെയും ഉവൈസിയെയും ഒന്നും മാതൃകയാക്കി ഇല്ലെങ്കിലും മണിപ്പൂർ വിഷയത്തിൽ ഡീൻ കുര്യാക്കോസും ഹൈബി ഈഡനുമൊക്കെ കാണിച്ച നട്ടെല്ല് ഇടക്കൊക്കെ വായ്പ കിട്ടുമോ എന്ന് അന്വേഷിക്കാവുന്നതാണ്. കെട്ടകാലത്തെ മുസ്ലിം പ്രാതിനിധ്യമെന്നാൽ റീൽസും കിഞ്ചന വർത്തമാനവും ബാലൻസ് K നായർ ഉടായ്പകളുമല്ല എന്ന് കൃത്യമായും മുന്നറിയിപ്പ് നൽകുന്നു സമസ്ത. എന്ന് വെച്ചാൽ ഷാഫി പറമ്പിലിന് എതിരെയും രൂക്ഷ വിമർശനമാണ്. ഷാഫി പറമ്പിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കേരളത്തിലെ UDFന്റെ പാനലിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് പാനലിൽ മുസ്ലിം പേരുകാരനില്ല, മുസ്ലിം ഇല്ല. അതുകൊണ്ട് മുസ്ലിം പ്രാതിനിധ്യം വേണം. അങ്ങനെയാണ് പാലക്കാട് MLA ആയ ഷാഫി പറമ്പിലിനെ വടകര മത്സരിപ്പിക്കുന്നത്. അത് വടകരയിലെ ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം സമുദായം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പ്രതിനിധിയാണ് എന്ന നിലയിൽ മുസ്ലിം സമുദായം ഒന്നടങ്കം BJPക്കെതിരെ പാർലമെന്റിൽ വലിയ പ്രതിരോധം തീർക്കാൻ പറ്റുന്ന ആൾ എന്ന നിലയിലൊക്കെയാണ് ഷാഫി പറമ്പലിന് ഇത്രയും വോട്ട് കൊടുത്ത് ലോക്സഭയിലേക്ക് അയച്ചത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത് ഷാഫി പറമ്പിൽ. അതേപോലെ K സുധാകരൻ KPCCയുടെ പ്രസിഡന്റാണ്. KPCCയുടെ പ്രസിഡന്റ് K സുധാകരൻ സഭയിൽ പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ അവിടെ ഹാജരല്ല, അദ്ദേഹം പുറത്തു പോയിരിക്കുന്നു. നിരവധി തവണ സ്പീക്കർ വിളിക്കുന്നത് നാം കണ്ടതാണ്. അതൊന്ന് കാണുക. सुधाकरण जी K सुधाकरण नहीं K सुधाकरण जी എവിടെ K സുധാകരൻ പോയി എന്ന ചോദ്യം സ്വാഭാവികമാണ്. അദ്ദേഹം പ്രസംഗിക്കാൻ തയ്യാറല്ല. BJPക്കെതിരെ വഖഫ് ബില്ലിനെതിരെ എന്ന ചർച്ച കേരളത്തിൽ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അവസരം കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കോൺഗ്രസിന് 1 മണിക്കൂർ 40 മിനിറ്റ് ഉണ്ടായിരുന്നു. അത് മുഴുവൻ കോൺഗ്രസ് ഉപയോഗിച്ചില്ല.
ശേഷിക്കുന്ന സമയം DMKക്ക് നൽകുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ അനുവദിച്ച സമയം മുഴുവൻ സംസാരിക്കാൻ പോലും തയ്യാറാകാത്ത കോൺഗ്രസ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ഒരക്ഷരം പറയാതെ സഭയിലിരുന്ന കോൺഗ്രസ്. പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി സഭയിലേ വന്നില്ല. കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയാണ്, അതാണ് കോൺഗ്രസ്. KPCC പ്രസിഡന്റ് K സുധാകരൻ പ്രസംഗിക്കാൻ ക്ഷണിച്ചപ്പോൾ സഭയിൽ നിന്ന് പുറത്തേക്ക് പോയി, പ്രസംഗിക്കാൻ തയ്യാറായില്ല. മുഴുവൻ സമയം ഉപയോഗിക്കാതെ കളഞ്ഞു കുളിച്ചു. എന്ന് വെച്ചാൽ സുപ്രധാനമായ ഒരു ബില്ലിന്റെ വേളയിൽ കോൺഗ്രസിന്റെ നിലപാടാണ്. അതുകൊണ്ട് തന്നെയാണ് സത്താർ പന്തല്ലൂരിനെ പോലെയുള്ള സമസ്ത നേതാക്കൾക്ക് ഒറ്റപ്പെട്ട ശബ്ദത്തിലെങ്കിലും പ്രതികരിക്കേണ്ടി വരുന്നത്. അത് കേരളത്തിന്റെ ശബ്ദമായി മാറും എന്നത് തന്നെയാണ് ജോൺ ബ്രിട്ടാസിന്റെ വാക്കുകൾ. രാവിലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാകുന്നതും അതും കൂടി നമുക്ക് കേൾക്കാം. കാരണം ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധി വന്നിട്ടില്ല. എന്താണ് രാഹുൽ ഗാന്ധി ചർച്ചയിലും പങ്കെടുത്തില്ല. കാരണം വയനാട്ടിലെ ഒരു MP കൂടിയാണ്, കേരളത്തിൽ നിന്നുള്ള MP കൂടിയാണ്. കേരള നിയമസഭയിൽ ഒറ്റക്കെട്ടായിട്ടാണ് വഖഫ് ബില്ലിനെതിരെ പ്രമേയം പാസ്സാക്കിയത്. ഈ സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ അഭാവം അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കാത്ത രാഹുൽ ഗാന്ധിയുടെ അഭാവം രാഷ്ട്രീയപരമായിട്ട് എങ്ങനെ കാണുന്നു? അല്ല, രാഹുൽ ഗാന്ധി തിരക്ക് പിടിച്ചൊരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ചർച്ചയിൽ പൂർണ്ണമായിട്ടും ഇരിക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ പ്രത്യേകിച്ച് ഗൗരവമായിട്ടുള്ള കാരണങ്ങളാലല്ലാതെ ആരെങ്കിലും വോട്ടെടുപ്പിൽ, അത് ഇന്ന വ്യക്തിയല്ല, ആരെങ്കിലും പ്രതിപക്ഷ നിരയിലെ ഒരാൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഉത്കണ്ഠ സൃഷ്ടിക്കുന്നതാണ്. ആ നടപടിയോട് ഒരു കാരണവശാലും എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സമ്മേളനം 3 വർഷത്തിന് ശേഷം മധുരയിൽ നടക്കുമ്പോൾ ആ സമ്മേളനത്തിലെ പ്രതിനിധികളായിട്ടുള്ള ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുകയാണ്. ഞങ്ങൾക്കെല്ലാം അവിടെ ഓരോ റോളുകളുണ്ടായിരുന്നു. അങ്ങോട്ട് പോയ ആൾക്കാർ പോലും തിരിച്ചു വന്നിട്ട് ഈ വോട്ടെടുപ്പിലും അതുപോലെ തന്നെ ചർച്ചയിലും പങ്കെടുത്തു. ഒരുപക്ഷെ ആ ഒരു ആർജവം, ആ ഒരു സമർപ്പിത ബോധം പ്രതിപക്ഷ നിരയിലെ എല്ലാവർക്കും ഉണ്ടാവണമെന്നാണ് എൻ്റെ അപേക്ഷ. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു വ്യക്തി പങ്കെടുക്കാമെന്നുള്ള കാര്യം ആ വ്യക്തിയോട് തന്നെ ചോദിക്കേണ്ടി വരും. അതിലെന്തെങ്കിലും ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നോ, ഒഴിവാക്കാൻ കഴിയാത്ത എന്തെങ്കിലും പ്രതിസന്ധി കൊണ്ടാണോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടത്. അല്ല, സഭയിൽ ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധി ഈ ചർച്ചയിൽ പങ്കെടുത്തില്ല. ഭേദഗതിക്കെതിരെ സഭയിൽ ഒരു അക്ഷരവും പറഞ്ഞില്ല. ഇത് കുറച്ചടുത്തു. കാരണം കേരളത്തിലെ സംബന്ധിച്ചോളം ഇത്രയും പാർട്ടി കോൺഗ്രസ് ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിന്ന് ഇവിടെ എത്തി ചർച്ചയിൽ പങ്കെടുത്ത രാധാകൃഷ്ണൻ അടക്കം ഇരിക്കുകയാണ്. ഒരു എഴുന്നേറ്റ് ഇതിനെതിരെ ഒരു അക്ഷരം രാഹുൽ ഗാന്ധി പറയാതിരുന്നു. അല്ല, ചർച്ചയിൽ പങ്കെടുക്കാതിരിക്കുന്നത് വലിയൊരു വിഷയമാക്കേണ്ടത്. കാരണം വെച്ചാൽ ഒരു പാർട്ടി ആ പാർട്ടിക്ക് പ്രതികരിച്ച് ആരൊക്കെയാണ് ചർച്ചയിൽ പങ്കെടുക്കേണ്ടതെന്ന് ആ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. എപ്പോഴും എല്ലാ വിഷയങ്ങളിലും ആ പാർട്ടിയുടെ നേതാവ് തന്നെ ചർച്ചയിൽ പങ്കെടുക്കണമെന്നില്ല. അതൊക്കെ നമ്മൾ ചില സമയത്ത് നമ്മൾ കൃത്യമായിട്ട് രാഷ്ട്രീയത്തെ നിരീക്ഷിച്ച് തന്നെ പറയണം.